അത് പെർളശ്ശേരി പഞ്ചായത്തിൽ പ്രകാശൻ മാഷ വീട്ടിലാണുള്ളത്. ഞാൻ മാഷ വീട്ടിൽ ഒരു അക്വാപോണിക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മത്സ്യവും പച്ചക്കറിയും ഒരുമിച്ച് വളർത്താൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. അത് ഇന്ന് ഇവിടെ നല്ല അടിപൊളിയിൽ കായ്ച്ച്, അതായത് മത്സ്യവും പച്ചക്കറിയും നല്ല വലിപ്പം വെച്ച് നല്ല പച്ചക്കറിയൊക്കെ നല്ല പൂത്ത് കായ്ച്ച് കിടക്കുകയാണ്. നമുക്കതൊന്ന് കാണാം. ഇതാണ് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുള്ള ഒരു ടാങ്കാണ്. ഈ ടാങ്കിൽ നമ്മളൊരു ടാർപോളിൻ ഷീറ്റ് വിരിച്ച് ഇതിനകത്ത് വെള്ളം നിറച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക ചെയ്തിട്ടുള്ളത്. അതായത് റെഡ് തിലാപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യത്തെയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് ഒരു ടൈമർ വെച്ചിട്ട് ഒരു സബ്മർസിബിൾ മോട്ടറാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. കുറേ ഇല വീണിട്ട് കിടക്കുന്നുണ്ട്. അത് ഈ ജാതി മരത്തിൻ്റെ ആണ്. ഈ ട്രേ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബാസ്ക്കറ്റ് ബെഡ് എന്ന് പറയും. ഇത് 19 എണ്ണമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടാങ്കിൻ്റെ മുകളിലായിട്ട്. അതിൽ തക്കാളി, വെണ്ടക്ക, പച്ചമുളക്, പാവക്ക, പടവലം, താലോലി അങ്ങനെയായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്കൊന്ന് കാണാം. തക്കാളിയാണിത്. നല്ല രീതിയിൽ പൂത്ത് കായ്ച്ച് കിടക്കുകയാണ് തക്കാളി. നല്ല അടിപൊളി തക്കാളി. നിറയെ കായ്കളായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗം തക്കാളിയും ഒരു ട്രേയിൽ 2 ട്രേയിൽ പച്ചമുളകാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാണുന്നില്ലേ, പച്ചമുളക്. ഇപ്പം തന്നെ പാവക്ക കുളത്തിൻ്റെ നടുക്കാണ് തൂങ്ങിക്കിടക്കുന്നത്. ഒരുപാട് പൂക്കൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ താലോലി എന്ന് പറയും, പൊട്ടിക്കാന്നൊക്കെ പറയേ. എല്ലാം കടലാസ് വെച്ച് മറക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 2 മാസം ആകുന്നേ ഉള്ളൂ. ഈ ടാങ്കിൽ വെള്ളം നിറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് ഈ ബെഡ് സെറ്റ് ചെയ്ത് ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം 2 മാസം കൊണ്ട് തന്നെ ഈ കായ്ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇതിൽ 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുള്ള ഒരു ടാങ്കാണ്. ഈ ടാങ്കിൽ നമ്മൾ 350ഓളം റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിന് ഒരു സബ്മർസിബിൾ മോട്ടർ, അതായത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മോട്ടർ, ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടറിൽ നിന്നാണ് എല്ലാ ട്രേയിലേക്കും നമ്മൾ PVC പൈപ്പ് വെച്ചിട്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ശുദ്ധമായ ജലമാണ് ഈ മോട്ടർ ഓഫാകുന്ന സമയം തിരിച്ച് ടാങ്കിലേക്ക് പോകുന്നത്. അതായത് നമുക്ക് ചെടിക്ക് യാതൊരു തരത്തിലുള്ള വളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, മത്സ്യത്തിന് നമ്മൾ ഇടവേളകളിൽ വെള്ളം മാറിക്കൊടുക്കുക എന്നുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. വേനൽക്കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇനി വെറും മത്സ്യം മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വീട്ടിൽ ചെറിയ രീതിയിലായാലും മത്സ്യം മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളമൊക്കെ മാറിക്കൊടുക്കാൻ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേനൽക്കാലമാണ് വരുന്നത്. നമുക്ക് കുടിക്കാൻ പോലും ഇപ്പം വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ അക്വാപോണിക്സും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം മാറാതെ തന്നെ മത്സ്യം, അതായത് അവനവന് വീട്ടിലേക്ക് കഴിക്കേണ്ട മത്സ്യം, ശുദ്ധമായ മത്സ്യം നമുക്ക് വീട്ടു മുറ്റത്ത് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള കറിക്കുള്ള ശുദ്ധമായ പച്ചക്കറി. കാരണം ഇതിൽ യാതൊരു തരത്തിലുള്ള രാസവസ്തുവും ചേർക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലുള്ള കീടനാശിനി അടിക്കാൻ പറ്റത്തില്ല. കാരണം റിട്ടേൺ ഈ പച്ചക്കറിയിൽ നിന്നാണ് റിട്ടേൺ ടാങ്കിലേക്ക് വെള്ളം പോകുന്നത്. ആ വെള്ളം മലിനമാണെങ്കിൽ, അത് രാസവസ്തു കലർന്നതാണെങ്കിൽ, രാസവളങ്ങളൊക്കെ ചേർത്തിട്ടുള്ള വെള്ളമാണെങ്കിൽ ആ മത്സ്യം ചത്തുപോകും. അങ്ങനെ യാതൊരു തരത്തിലുള്ള രാസവസ്തുവും ചേർക്കാത്തതുകൊണ്ട് അത്രയും ജൈവമായിട്ടുള്ള പച്ചക്കറിയാണ് നമുക്ക് ഇപ്പോൾ ഈ ഇവിടെ മാഷൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാവക്ക കിട്ടുന്നുണ്ട്, തക്കാളി കിട്ടുന്നുണ്ട്, പച്ചമുളക് കിട്ടുന്നുണ്ട്, താലോലി കിട്ടുന്നുണ്ട്, പടവലം കിട്ടുന്നുണ്ട്. ആ വളമെല്ലാം ചെടി വലിച്ച ശേഷം റിട്ടേൺ പോകുന്നത് ശുദ്ധമായ വെള്ളമായിരിക്കും. ആ വെള്ളം മത്സ്യത്തിന് വളരാനുള്ള നല്ല വെള്ളമാണ്. അപ്പോൾ ഒരേ സമയം തന്നെ മത്സ്യകൃഷിയും നടക്കും, ഒരേ സമയം തന്നെ വീട്ടിലേക്ക് കറിക്കുള്ള പച്ചക്കറി നമുക്ക് കിട്ടും. കാരണം ഉള്ളി മാത്രമാണ് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ എന്നാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള അധ്വാനവും ഇല്ലാത്ത
തുടക്കത്തിൽ ആദ്യം സെറ്റിങ് മാത്രമാണ് നമുക്കൊരു ജോലി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിരന്തരം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പച്ചക്കറി നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് വെള്ളച്ചാലിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രവീൺ മാഷ വീട്ടിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ബൈ.